പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇത്ര നല്ല രക്ഷകനായ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. ഇത്ര നല്ല രക്ഷകനായ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. എന്തു ഞാൻ നൽകിടും തുല്യമാ, ഏഴയേ നിൻ മുൻപിൽ യാഗമാ. എന്തു ഞാൻ നൽകിടും തുല്യമാ, ഏഴയേ നിൻ മുൻപിൽ യാഗമാ. ഇത്ര നല്ല രക്ഷകാ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. ഇത്ര നല്ല രക്ഷകാ യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഒക്ടോബർ മാസം 1 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവം ഒരാളെ നിങ്ങൾക്കായി അയക്കും. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 105 സങ്കീർത്തനം അതിൻ്റെ 20 വാക്യം. രാജാവ് ആളെ അയച്ച് അവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നാം കേട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന ചിന്ത, ദൈവം എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഒരാളെ അയക്കുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. ബൈബിളിൽ വിശ്വസിക്കാമെങ്കിൽ അനേക സ്ഥലങ്ങളിൽ മുമ്പോട്ട് വഴിയില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് ദൈവത്തിൻ്റെ മക്കളെ വിടുവിക്കുന്നത് കാണാൻ കഴിയും. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിച്ച ചിന്തയ്ക്കകത്ത് യോസെഫിൻ്റെ പശ്ചാത്തലമാണ്. പഴയ നിയമത്തിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോസെഫിനെ എൻ്റെ ദൈവം ആളെ അയച്ച് വിടുവിക്കുന്ന ഭാഗമാണ് ചിന്തിച്ചത്. ഒന്നുകൂടി അതിൻ്റെ ആഴം കാണണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം അതിൻ്റെ 14 വാക്യം. ഉടനെ ഫറവോൻ ആളെ അയച്ച് ജോസഫിനെ വിളിച്ചു, അവർ അവനെ വേഗത്തിൽ കുണ്ട്രയിൽ നിന്ന് ഇറക്കി. അവൻ ക്ഷൗരം ചെയ്ത് വസ്ത്രം മാറി ഫറവോൻ്റെ അടുക്കൽ ചെന്നു. പ്രിയരെ, ഇതാ യോസഫിൻ്റെ അടുക്കലേക്ക് ഫറവോൻ ആളെ അയക്കുകയാണ്. ആളെ അയച്ച് അവനെ കുണ്ട്രയിൽ നിന്ന് കയറ്റി, എന്ന് പറഞ്ഞാൽ കാരാഗ്രഹത്തിൽ നിന്ന് കയറ്റി. ആളെ അയച്ച് ദൈവം വിടുവിക്കുന്നതിൻ്റെ പ്രത്യേകത ഒന്ന്, നിനക്കും എനിക്കും കയറാൻ പറ്റാത്ത കാരാഗ്രഹം പോലെ കിടക്കുന്ന ചിലതിനകത്തുനിന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിനകത്ത് വ്യത്യാസം വരുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ആളെ അയച്ച് വിടുവിക്കുന്ന ദൈവം കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു. രണ്ടാമത് ക്ഷൗരം ചെയ്തു, അവന് ഹല്ലേലൂയ വസ്ത്രം മാറി. ഇതുവരെ ചെല്ലാൻ അർഹതയില്ലാത്തിടത്തേക്ക് ഇതാ യോസഫ് ചെല്ലുകയാണ്. എവിടെ നിന്നാണെന്നറിയോ? കാരാഗ്രഹത്തിൽ നിന്ന്. ഈ പ്രഭാതത്തിൽ ഒരു പ്രവചന സന്ദേശമായി സ്വീകരിക്കണം. നിനക്ക് അർഹതയില്ലാത്തിടത്തോട്ട് എൻ്റെ ദൈവം നിന്നെ ആളയച്ച് കൊണ്ടുപോകാൻ പോവുകയാണ്. ആ ജോലിയിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ തലമുറയുടെ വിവാഹ സംബന്ധമായ വിഷയത്തിൽ സകലത്തിനകത്തും എൻ്റെ ദൈവം അർഹതയില്ലാത്തതിനകത്തോട്ട് ആളയച്ച് കൊണ്ടുപോകാൻ പോവുകയാണ്. കർത്താവിൻ്റെ ആ വലിയ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. നിങ്ങൾ നോക്കിയേ, ഏലിയാവിനെ ദൈവം രാവിലെ വൈകിട്ടും കാക്കയച്ച് ആഹാരം കൊടുക്കുന്നത് കാണാൻ പറ്റും. 1 രാജാക്കന്മാരുടെ പുസ്തകം 17 വാക്യമാണ്. രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും കാക്ക ഏലിയാവിനെ കൊണ്ട് കൊടുത്തതായി കാണുന്നു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇതുവരെയും കാണാത്തൊരു സൂപ്പർ നാച്ചുറൽ വിടുതൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. മനുഷ്യനല്ല ഏലിയാവിന് വേണ്ടി ആഹാരം കൊടുത്തത്, കാക്ക അയച്ചാണ്. ഇതേപോലെ നിങ്ങൾക്ക് വേണ്ടി ഇതുവരെയും ചിന്തിക്കാത്ത വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. അടുത്ത ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. നിങ്ങൾ നോക്കിയേ, ദാനിയേൽ പ്രവചനം 6 അധ്യായം അതിൻ്റെ 22 വാക്യം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു, അവയുടെ വായടച്ചു കളഞ്ഞു. അവൻ്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ,
തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. ഇതാ ദാനിയേൽ രാജാവിനോട് മറുപടി പറയുക, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം ദൂതനെ അയച്ച് അവയുടെ വാ അടച്ചു കളഞ്ഞു. വിശ്വസിക്കാമെങ്കിൽ നിനക്ക് വേണ്ടി ദൂതന്മാരെ ദൈവം അയക്കാൻ പോവുകയാണ്. ദാനിയേലിനെ വിഴുങ്ങേണ്ടതിന് വേണ്ടി അലറിയെടുക്കുന്ന സിംഹങ്ങളുടെ വായടയ്ക്കേണ്ടതിന് വേണ്ടി ദൈവം ദൂതനെ അയച്ചു. വിശ്വസിക്കാമെങ്കിൽ നാളുകളായി നിൽക്കുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ എതിർപ്പുകളെ മാറ്റുവാൻ, നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത നിൽക്കുന്ന മാനുഷിക എതിരുകളെ മാറ്റുവാൻ എൻ്റെ ദൈവം ഈ പ്രഭാതത്തിൽ ദൂതന്മാരെ അയക്കുകയാണ്. കേടുവരുത്താതെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ദൈവത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 7-ാമത്തെ വാക്യവാ. അർദ്ധരാത്രിയിൽ ഇതാ പത്രോസിനെ കാരാഗ്രഹത്തിൽ ദൂതൻ ഇറങ്ങി തട്ടി എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് ചെരുപ്പിട്ട് അരമുറുക്കിയിട്ട് ഇതാ പത്രോസിനോട് പറയുക, എൻ്റെ പിന്നാലെ വരാൻ. പത്രോസ് ദൂതൻ്റെ പിന്നാലെ ഒരു ദർശനം കാണുന്നത് പോലെ ചെല്ലുമ്പോൾ 1-ാമത്തെ വാതിൽ തുറന്നു, 2-ാമത്തെ വാതിൽ തുറന്നു, പട്ടണത്തിലെ ഇരുമ്പ് വാതിൽ സ്വതമേ അവന് വേണ്ടി തുറന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ ആളെ അയച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് നിനക്ക് വേണ്ടി 1-ാമത്തെ വാതിലും 2-ാമത്തെ വാതിലും പട്ടണവാതിലും ദൈവം തുറക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ നിനക്ക് കഴിയാത്തതിനെ ഈ പ്രഭാതത്തിൽ എൻ്റെ ദൈവം ചെയ്യുകയാണ്. അവസാനത്തെ ഒരു ഭാഗം കൂടെ നമ്മൾ ചിന്തിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളാണ്. കർത്താവ് അവനോട്, നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യൂദായുടെ വീട്ടിൽ തർത്തോസുകാരനായ ശൗൽ എന്ന പേരുള്ളവനെ അന്വേഷിക്കുക. 12-ാമത്തെ വാക്യം. അവൻ പ്രാർത്ഥിക്കുന്നു. അനന്യാസ് എന്ന പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻ്റെ മേൽ കൈവയ്ക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. പ്രിയരെ, ഞാനും നിങ്ങളും വായിച്ചു കേട്ട വചനമെന്ന് പറയുന്നത് ഉപദ്രവിയായ ശൗലിനെ ദൈവം തൊട്ടു. 3 ദിവസം കാഴ്ചയില്ലാതെ യൂദയുടെ വീട്ടിൽ പാർക്കുന്ന ശൗലിനെ വിടുവിക്കേണ്ടതിന് വേണ്ടി ദൈവം ശൗലിനെ മടക്കി തൻ്റെ വിളിയിലേക്ക്, അല്ലെങ്കിൽ പൗലോസിലേക്ക് എത്തിക്കേണ്ടതിന് വേണ്ടി ഇതാ തൻ്റെ ശിഷ്യനായ അനന്യാസിനെ തിരഞ്ഞെടുക്കുകയാണ്. ആളെ അയച്ച് ഇതാ ശൗലിനെ ദൈവം സൗഖ്യമാക്കുന്നു. ശൗലിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. വിശ്വസിക്കാമെങ്കിൽ നിനക്കിനി ഒരു വഴിയുമില്ല, നിൻ്റെ ജീവിതത്തിലെല്ലാം അടഞ്ഞെന്ന് പറഞ്ഞാൽ ഈ പ്രഭാതത്തിൽ നിനക്ക് വേണ്ടി ദൈവം ഒരാളെ അയക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ഒരു വലിയ വിടുതലിൻ്റെ പ്രഭാതമാക്കണമേ. ആളെ അയച്ച് വിടുവിക്കുന്ന ദൈവം കർത്താവിൻ്റെ കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവർത്തികൾ നടക്കണമേ അപ്പ. കർത്താവിൻ്റെ വലിയ കരത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നൊരത്ഭുതം ചെയ്യണമേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.